ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 5 പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു ഖത്തർ സൈനികൻ കൊല്ലപ്പെട്ടതായി ഖത്തറും അറിയിച്ചു. ആക്രമണം നേരത്തെ അറിയിച്ചിരുന്നു എന്ന US വാദം ഖത്തർ തള്ളി. ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റേത് മാത്രമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. ഖത്തർ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഫലസ്തീനിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിന് വിഭിന്നമായി ഇതിലൊന്നും കക്ഷിയല്ലാത്ത ഖത്തറിനെ കൂടി ആക്രമിച്ച് തങ്ങളൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് വീണ്ടും വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുന്ന ഇസ്രായേലിന്റെ നടപടി പക്ഷേ അത് ഈ ഒരു ആക്രമണത്തിലോ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളിലോ മാത്രം ഒതുങ്ങില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ തന്നെ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തൊക്കെ ചർച്ചകൾ ഇതിനകം തുടങ്ങുന്നു? നിലവിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഖത്തറും ഹമാസും സ്ഥിരീകരിക്കുന്നു? സുഹൈൽ, ഈ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിന് ഏകദേശം സ്ഥിരീകരണം വന്നിരിക്കുന്നു. 5 ഹമാസിന്റെ പ്രവർത്തകനും ഒരു ഖത്തർ സൈനികനും ആണ് കൊല്ലപ്പെട്ടുള്ളത്. ഖത്തറിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ഹമാസ് നേതാക്കളെ വധിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ പ്ലാൻ. പക്ഷെ അത് പൊളിഞ്ഞു. ഖലീൽ ഹയ്യയും ഖാലിദ് മിഷലും അടക്കമുള്ള നേതൃത്വത്തെ വധിക്കാൻ ഇസ്രായേലിന് സാധിച്ചതുമില്ല. ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഖത്തർ വിചാരിക്കുന്നത്. പക്ഷെ ഖത്തറിന് എതിരെ US നടത്തിയൊരു പ്രസ്താവന, ഞങ്ങൾ നേരത്തെ ഇത് അറിയിച്ചിരുന്നു എന്ന പ്രസ്താവന, അത് ഖത്തർ നിഷേധിക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ പുതിയ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഞങ്ങൾ അത് എത്തിക്കുന്നതിൽ, ഈ ഒരു വിവരം എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് ചില വീഴ്ചകളുണ്ടായി, അല്ലെങ്കിൽ കാര്യങ്ങൾ ലേറ്റായി പോയി എന്ന തരത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നു. പക്ഷേ ഖത്തറുമായി സംസാരിക്കുമെന്നും ഈ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നെല്ലാമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അത് എത്രത്തോളം സാധ്യമാണ്? ഇനി GCC രാഷ്ട്രങ്ങൾ ഏതൊക്കെ തരത്തിൽ അമേരിക്കയുമായി ഇടപഴകും, അല്ലെങ്കിൽ അതിലുള്ളൊരു വിശ്വാസ്യത എത്രത്തോളം ആകും എന്നുള്ളതെല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അമേരിക്കയുടെ മുകളിൽ നെതന്യാഹു വെച്ചുകൊടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് GCC രാഷ്ട്രീയവും മുന്നിൽ പോയിരുന്നത്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. നമുക്കറിയാം 1990-കൾക്ക് ശേഷം GCC രാഷ്ട്രങ്ങൾ എല്ലാവരും തന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാന ഘടകമായി അവർ മുന്നിൽ വെച്ചിരുന്നത് അമേരിക്കയുമായുള്ള ചങ്ങാത്തമായിരുന്നു, ആ സൗഹൃദമായിരുന്നു. അതിൽ വലിയ വിള്ളൽ ഇനി വീഴാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എല്ലാ തവണയും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദർശനം അധികാരമേറ്റ ഉടനെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ആകുന്നത്. അതുകൊണ്ടാണ് അത്രയും പ്രാധാന്യം അതിനുണ്ട്. അതിൽ വലിയ ഒരു വിള്ളൽ വീഴ്ത്താൻ ഇന്നലത്തെ ആക്രമണം കാരണമായി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിലിപ്പോൾ ഖത്തറിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിനപ്പുറമായി ഏതൊക്കെ തരത്തിലുള്ള ആക്ഷനുകൾ ഈ GCC രാഷ്ട്രങ്ങൾ എടുക്കാൻ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ US-ൻ്റെയും GCC രാഷ്ട്രങ്ങളുടെയും ഒരു ബന്ധത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ കർശനമായി തന്നെ ചില പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞു. ഹൂത്തികൾ നടത്തിയുള്ള പ്രസ്താവന വളരെ നിർണായകമാണ്. ഇപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയുക. ഇത് ഇപ്പോൾ തുടങ്ങി വെച്ചത് ഖത്തറിലാണ്. ഇത് ഏത് രാജ്യത്തിന് മുകളിലും വരാം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും നേരിടുകയാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ ഒരു പ്രസ്താവന വന്നു. അത് നിർണായകമാണ്. അതിനുശേഷം ഹൂത്തികൾ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. ഇപ്പോഴാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഹൂത്തികൾ നൽകുകയാണ്. വലിയ ആക്രമണങ്ങൾ നേരിട്ട ഒരു സംഘമാണ് ഹൂത്തികൾ എന്ന് നമുക്കറിയാം. യമനിലെ ഹൂത്തികളുടെ എല്ലാ കേന്ദ്രങ്ങളെയും അവരുടെ പ്രധാനമന്ത്രിയെ അടക്കം വധിച്ച് തരിപ്പണമാക്കി. പക്ഷേ അപ്പോഴും വീണ്ടും പ്രതിരോധത്തിൻ്റെ ഒരു വലിയ ശക്തിയായി കഴിഞ്ഞ ദിവസം ഈ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിടാൻ ഹൂത്തികൾക്ക് സാധിച്ചു. ആ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തേണ്ടത് എന്നാണ് ഹൂത്തികൾ അറബ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ആത്മഹത്യാപരമാണ് എന്നാണ് പ്രധാനപ്പെട്ട GCC രാഷ്ട്രങ്ങളെല്ലാം കരുതുന്നത്. ഡിപ്ലോമാറ്റിക് വഴിയിൽ അതേപോലെ തന്നെ ബദൽ സാധ്യതകൾ കണ്ടെത്തി ഒക്കെ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് GCC രാഷ്ട്രങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.